ഒരു ജീവിതത്തെ ധന്യമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഒരു ജീവിതം ശൂന്യമാകുന്നത് ആ സാന്നിധ്യം ഇല്ലാതെയാകുമ്പോഴാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തെ ഇത്രത്തോളം ധന്യതയോടെ ഇതുവരെയും പരിപോഷിപ്പിച്ച് നടത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദിയുണ്ടെന്നും നാഥ നിന്റെ കൃപ മതി. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടുള്ള നന്ദിയാണ് നമ്മളെ ആത്മീയമായിട്ട് വളർത്തുന്നത്, അവൻ്റെ വചനത്തിൽ നമ്മെ നിലനിർത്തുന്നത്. ആ നന്ദി പോയാൽ അവിടെ പിന്മാറ്റം ആരംഭിക്കുകയാണ്. എന്നാൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് രാത്രികാലവും നമുക്ക് അവൻ്റെ വചനത്തോട് ചേർന്നിരിപ്പാൻ, നന്ദിയോടെ ഇരിപ്പാൻ, നമ്മളുടെ ജീവിതത്തെ ഇത്രത്തോളം ധന്യതയോടെ നടത്തിയ കർത്താവിന് നന്ദിയോടെ അവനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്താൻ, നമുക്ക് അവനെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം, അവന് നന്ദി പറയാം. ഇന്ന് ഈ ചൊവ്വാഴ്ച ദിവസം ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ചൊവ്വാഴ്ച ദിവസം ഇതുപോലെ ഇപ്രകാരം ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് വരുന്നത്. നമ്മളുടെ സാധാരണ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയത് കൊണ്ട് അതിൻ്റെ ദിവസം ചേഞ്ച് ചെയ്തു. ചൊവ്വാഴ്ചകളിലേക്കുള്ള അവസാനത്തെ ചൊവ്വാഴ്ച എന്ന തലത്തിലേക്ക് അത് മാറ്റി. ഞായറാഴ്ചകളിൽ നമ്മൾ ഏപ്രിൽ മാസം മുതൽ സൺഡേ സ്കൂളും ആരംഭിക്കാനായിട്ട്, ഓൺലൈനായിട്ട് സൺഡേ സ്കൂൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതെല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 6:15 മുതൽ 7 മണി വരെയാണ് അതിൻ്റെ സമയം. 7 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ളവർക്കും അതിൻ്റെ മുകളിലുള്ളവർക്ക് യൂത്തിൻ്റെതായൊരു ക്ലാസ്സുകളൊക്കെ നമ്മൾ ഏപ്രിൽ മാസം മുതൽ ക്രമീകരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ സമയം, ഓൺലൈൻ പ്രോഗ്രാമുകളുടെ സമയത്തിന് ചില ക്രമീകരണങ്ങൾ വരുത്തി. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കൊപ്പം ഈ സമയം ആയിരിക്കാൻ, ദൈവവചനത്തിൽ നിന്നും നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന ഈ നല്ല അസുലഭ സന്ദർഭത്തിനായിട്ട് സ്തോത്രം. കർത്താവ് നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. വിവിധ ഭവനങ്ങളിൽ വിവിധ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ട വിവിധങ്ങളായ സാഹചര്യങ്ങളുടെ നടുവിലെല്ലാം നമ്മളെ ചേർത്ത് വെച്ചത്, ഒരുമിപ്പിച്ചത് കർത്താവിൻ്റെ വചനമാണ്. മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഘടകം ദൈവത്തിൻ്റെ വചനമാണ്, യേശുവാണ്, കർത്താവാണ്. ആയതിനാൽ ആ ഒന്നിപ്പിക്കുന്ന ഘടകത്തിൻ്റെ മുൻപാകെ ഇന്ന് രാത്രിയും നമുക്ക് ഒരുമിച്ച് ചെലവഴിക്കാൻ കർത്താവ് ഇങ്ങനൊരു അവസരം നമുക്ക് തന്നല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. റോമാലേഖനം പൗലോസിനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഏകദേശം AD 57-58 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ലേഖനമാണ് റോമാലേഖനം. റോമിലുള്ള സഭയ്ക്ക് വേണ്ടി പൗലോസ് ഇത് എഴുതി. പൗലോസ് ഇത് എഴുതുമ്പോൾ ആ സഭയെ അതുവരെയും പൗലോസ് കണ്ടിട്ടില്ല. താൻ ഇതുവരെയും കാണാത്ത ആ സഭയ്ക്ക് വേണ്ടി, അവിടുത്തുകാർക്ക് വേണ്ടി, അവരെ കാണണം എന്നുള്ള ഉള്ളിലെ വലിയൊരു ആഗ്രഹം പൗലോസിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ആഗ്രഹത്തെ ഉള്ളിൽ നിർത്തി അവരെ കാണാൻ സാധിക്കും, ഭാവിയിൽ അവരെ കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ, ഏറെ താല്പര്യത്തോടെ അവരെ കാണുന്നതിന് മുൻപ് മുന്നോടിയായിട്ട് പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് റോമാലേഖനം. ഇത് പൗലോസ് എഴുതുന്നത് കൊരിന്തിൽ വെച്ചിട്ടാണ് പൗലോസ് ഇത് എഴുതുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ, നീളം കൂടിയ ലേഖനവും ഇത് തന്നെയാണ്. ഏകദേശം 7114 വാക്കുകൾ ഇതിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പൗലോസ് അവരെ വിസിറ്റ് ചെയ്യുന്നതിന് മുൻപായി, അതിന് മുന്നോടിയായി പൗലോസ് കുറച്ച് കാര്യങ്ങൾ അവർക്ക്
അറിയിക്കാനും ആ വാഞ്ചയോടെ അവർ ഓർമ്മപ്പെടുത്തുവാനും എല്ലാം വേണ്ടിയിട്ടാണ് പൗലോസ് ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ റോം എന്ന് പറയുന്നത് ഒരു പട്ടണമായിരുന്നു. റോമ സാമ്രാജ്യത്തിന്റെ മൊത്തം തലസ്ഥാനം ഈ റോമ പട്ടണത്തിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ റോമിന്റെ ഭരണാധികാരികളെല്ലാം താമസിച്ചു കൊണ്ടിരുന്നതും ഈ ഒരു പട്ടണത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ, ചരിത്രത്തിലേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് റോം. നമ്മൾ ഇന്നറിയാം, ഇന്നത്തെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എല്ലാം സ്ഥിതി ചെയ്യുന്നതും ഈ റോമിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒരു ഇടമാണ്, ഒരു സ്ഥലമാണ് റോം എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായ ഒരു വിവരം ഇതുവരെയും ഇല്ല. ചിലർ പറയുന്നു അത് പെന്തക്കോസ്തി സമയത്ത് അന്ന് വചനം കേട്ട ആരോ ഒരാൾ ഇവിടെ വന്ന് സഭ സ്ഥാപിച്ചതാണ് എന്ന് പറയുന്നു. പൗലോസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിഷ്യന്മാരുടെയോ പ്രവർത്തന ഫലമായിട്ട് ആ വചനം കേട്ട രക്ഷയിലേക്ക് വന്ന ആരോ അവിടെ ചെന്ന് അറിയിച്ചതാണെന്ന് പറയുന്നു. എന്നാലും കൃത്യതപ്പെടുത്തി ഇന്ന രീതിയിലാണ് അവിടെ സഭ സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമുക്ക് അറിയില്ല. ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം അത് വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാണ്. ഇതിലൊരു പ്രധാനമായിട്ട് ഈ ലേഖനം കൈകാര്യം ചെയ്യുന്ന ഒരു 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 ഡോക്ട്രിൻ എന്ന് പറയുന്നത്, തിയോളജിക്കൽ ഡോക്ട്രിൻസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ മറ്റനേകം വേദശാസ്ത്ര സംബന്ധമായ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പലതും നമുക്ക് ഈ ലേഖനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ഏകദേശ ഒരു ആരംഭം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ മുൻ ക്ലാസ്സിൽ നമ്മൾ അതൊന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഏകദേശം ആരംഭം എന്ന് പറയുന്നത്, പൗലോസ് പൊതുവെ ലേഖനങ്ങൾ ആരംഭിക്കുന്നത് ഒന്ന് വന്ദനം ചെയ്തിട്ടാണ് പൗലോസ് ലേഖനങ്ങൾ പൊതുവെ ആരംഭിക്കുന്നത്. ആർക്ക് വേണ്ടി എഴുതുന്നു, അവിടെ വിശ്വാസികളെ സംബോധന ചെയ്ത് അവർക്കൊരു വന്ദനമൊക്കെ പറഞ്ഞിട്ടാണ് പൗലോസ് ലേഖനങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് ലേഖനം എഴുതി തുടങ്ങുമ്പോൾ അവൻ ഇങ്ങനെയാണ് അത് തുടങ്ങിയത്: ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ആർക്ക് വേണ്ടി ഈ ലേഖനം എഴുതുന്നു എന്നുള്ളത് കൃത്യമായി അവിടെ പറയുന്നുണ്ട്. പൗലോസ് അവിടെ സ്വയം അവൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. ഒരു നല്ല ഐഡന്റിറ്റിയാണ് പൗലോസിന് ഉള്ളത്. എന്താണ് അവന്റെ ഐഡന്റിറ്റി? സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. പൗലോസ് ഒരു വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ്. കർത്താവ് അവനെ വിളിച്ചതാണ്, വിളിച്ച് അപ്പോസ്തലത്വത്തിലേക്ക് അവനെ വിളിച്ചതാണ്. അവൻ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതമാണ്. ഒരു കാലത്ത് സുവിശേഷത്തിന് എതിരെ നിന്നിരുന്ന പൗലോസ് ഇപ്പോൾ അവൻ സുവിശേഷത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു പൗലോസായി മാറി. അവന്റെ അന്നത്തെ ഐഡന്റിറ്റിയും ഇന്നത്തെ ഐഡന്റിറ്റിയും വ്യത്യാസമുണ്ട്. നമ്മളുടെയും ജീവിതത്തിൽ നമ്മൾ യേശുവിനെ കണ്ടെത്തുന്നതിന് മുൻപുണ്ടായിരുന്ന നമ്മുടെ ഐഡന്റിറ്റി അല്ല ഇപ്പോൾ നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ സ്വഭാവത്തിനും നമ്മളുടെ രീതികൾക്കും നമ്മളെ തന്നെ കണക്കാക്കുന്നതിനും ഒക്കെയും അതിന് മാനങ്ങളും അർത്ഥങ്ങളും എല്ലാം കൈവന്നു. യേശുവിനെ കണ്ടതിന് മുൻപുള്ള ജീവിതവും യേശുവിനെ കണ്ടെത്തിയതിന് ശേഷമുള്ള ജീവിതവും. യേശുവിനെ കണ്ടെത്താൻ സാധിക്കുന്നത് ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഇന്ന് വരെയുള്ള നമ്മളുടെ ജീവിതം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യമേറിയ ഒരു കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൂടിക്കാഴ്ച. നമ്മൾ പലരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. നമ്മളുടെ യാത്രകളിലും നമ്മൾ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും ഫംഗ്ഷനൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പലരെയും കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ ഇതുവരെയുള്ള നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനെ പോലെ വിശ്വസ്തനായി ഏത് സാഹചര്യത്തിലും
ഏത് ഇടത്തും കടന്നു വന്ന് നമ്മെ സഹായിക്കാൻ പറ്റുന്ന, നമുക്ക് സാന്നിധ്യം നൽകുന്ന ഇതുപോലെ വേറൊരു കൂടിക്കാഴ്ച ഇല്ല. കർത്താവാണ് നമ്മളുടെ അനുഗ്രഹം, നമ്മളുടെ ജീവിതത്തിന്റെ സമ്പത്ത്. നമ്മൾ ആദ്യം പാടിയ പാട്ടിൽ നമ്മൾ പാടി, നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യമാണ്. നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് ഈ കർത്താവുമായുള്ള ബന്ധമാണ്. സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ, യേശു ക്രിസ്തുവിന്റെ ദാസൻ. പൗലോസ് സ്വയം അവൻ വെളിപ്പെടുത്തുന്ന കാര്യം താൻ യേശു ക്രിസ്തുവിന്റെ ദാസനാണ് എന്നുള്ളതാണ്. കർത്താവിന്റെ ഒരു ദാസൻ, ദാസിയായിരിക്കുക എന്നുള്ളത് അതൊരു പദവിയാണ്. ഈ സാധാരണ ദാസൻ എന്ന വാക്കിന് അടിമ, അല്ലെ, അടിമ എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല, നല്ല പദമല്ല, അല്ലെ. അടിമത്വം അതിനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇന്ന് സമൂഹം ഈ പരിഷ്കൃതരായിട്ട് കടന്നു വന്നത്. അപ്പോൾ ഇവിടെ അടിമ, ദാസൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അതിനുമുണ്ടൊരു സ്വാതന്ത്ര്യം. ക്രിസ്തുവിന്റെ അടിമയായിരിക്കാൻ സാധിക്കുന്നത് അതിനുമുണ്ട് അത് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ദൈവം നിർബന്ധപൂർവം ഏൽപ്പിക്കുന്ന ഒരു അടിമത്വമല്ല ഇത് അവന്റെ മക്കൾ സ്വയം സന്തോഷത്തോടെ സ്വീകരിച്ച് ഏറ്റെടുക്കുന്ന ഒരു പദവിയാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ദാസനായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പദവിയാണ്. പൗലോസ് അതൊരു പദവിയായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ നമുക്കും നമ്മളുടെ ജീവിതത്തിൽ ഞാൻ കർത്താവിന്റെ ദാസനാണ്, ദാസിയാണ് എന്ന് പറയാൻ സാധിക്കുന്നത് അത് ജീവിതത്തിന്റെ ഒരു ഭാഗ്യവും ഒരു അനുഗ്രഹവുമാണ്. അങ്ങനെ പൗലോസ് സ്വയം പരിചയപ്പെടുത്തിയിട്ട് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധരുമായ എല്ലാവർക്കും ഈ ലേഖനം എഴുതി. അപ്പൊ റോമിലുള്ളവർ എങ്ങനെയുള്ളവരാണ് എന്ന് പൗലോസിന് അറിയാം. അവർ എങ്ങനെയുള്ളവരാണ്? അവർ ദൈവത്തിന് ഏറ്റവും പ്രിയരാണ്. അതുപോലെ തന്നെ അവർ വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധരാണ്. അപ്പോൾ കർത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധരായ, കർത്താവിന് ഏറ്റവും അവനാൽ വിളിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധരായ, പ്രിയരായിട്ടുള്ള ഒരു കൂട്ടം ജനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി ഏറെ തീഷ്ണതയോടെ വേർതിരിക്കപ്പെട്ട് അവന്റെ ഒരു ദാസനായി, അപ്പോസ്തലനായി നിൽക്കുന്ന പൗലോസ് ഒരു വശത്ത് നിന്ന് അപ്രകാരം ഒരു കൂട്ടത്തിന് ഒരു ലേഖനം എഴുതുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആത്മീയ ആഴങ്ങൾ നമുക്ക് ഈ ലേഖനത്തിൽ പ്രതീക്ഷിക്കാം. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ 2 കേന്ദ്ര പുസ്തകങ്ങളുള്ളത്, ഒന്ന് റോമാ ലേഖനവും മറ്റൊന്ന് എബ്രായ ലേഖനവുമാണ്. ഇതിനെ കാതലായ പുസ്തകങ്ങൾ എന്ന് പറയാൻ കാരണം പുതിയ നിയമത്തിലെ മറ്റ് പുസ്തകങ്ങളിലുള്ള മറ്റ് പുസ്തകങ്ങളെല്ലാം ചേർത്ത് വെക്കുന്ന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ 2 പുസ്തകങ്ങൾ, റോമാ ലേഖനവും അതുപോലെ തന്നെ എബ്രായ ലേഖനവും. ഈ 2 പുസ്തകങ്ങളിൽ ക്രിസ്തീയ മാർഗത്തിന്റെ അതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള ഒരുപാട് ഫൗണ്ടേഷൻസ്, അതിൻ്റെ അടിസ്ഥാനങ്ങൾ നമുക്ക് ഈ 2 പുസ്തകത്തിലും കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ 2 ലേഖനങ്ങളും അത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന 2 പുസ്തകങ്ങളാണ്. അത് വായിക്കാൻ ഇച്ചിരി കഠിനമാണ്, മനസ്സിലാക്കാനും അല്പം കഠിനമാണ്. എന്നാൽ കർത്താവിൻ്റെ സഹായത്താൽ, അല്ലെ, പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോന്നും ഓരോ സമയത്തും അവനൊരു നല്ല ടീച്ചറാണ്, ഒരു നല്ല അധ്യാപകനാണ്. അതുകൊണ്ട് നമ്മളൊരു വിദ്യാർത്ഥിയായി അവൻ്റെ മുമ്പിൽ ഇരുന്നാൽ ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല ഗുരുവാണ് നമ്മുടെ കർത്താവ്. ആയതിനാൽ നമുക്ക് ആ ഒരു വിദ്യാർത്ഥി മനോഭാവത്തോടെ, നമുക്ക് പ്രായം എത്രയാണെങ്കിലും വിദ്യാർത്ഥിയുടെ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കും. ആ വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെ ഇരുന്നാൽ കർത്താവ് നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഞാനും ഇത് ആദ്യമായിട്ടാണ് റോമാ ലേഖനത്തിന്റെ ഒരു പഠനം. കാര്യം മുൻപ് പല ആവർത്തി വായിച്ചിട്ടുണ്ട് എങ്കിലും അങ്ങനെ ഒരു ക്രമമായി പഠനം നടത്താൻ സാധിച്ചത് ഒരനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. കാരണം നമ്മളുടെയൊക്കെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതും അത് എത്ര ബലമുള്ള ഒരു പാറമേലാണ് നാം പണിയപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ നമ്മൾക്ക് ഉൾക്കാഴ്ച നൽകുകയും ബോധ്യം നൽകുകയും ബലപ്പെടുത്തുകയും
നമ്മളെ സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ റോമാലേഖനത്തിന്റെ പഠനം. ആയതിനാൽ നമുക്ക് ഏറെ ശ്രദ്ധയോടെ, ആത്മാർത്ഥതയോടെ, കർത്താവേ നീ എന്നെ ഇതിൽ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു വന്ദനം കാണുന്നു. പൗലോസ് അവരെ വന്ദനം ചെയ്യുന്നു. കൂടാതെ പൗലോസിന് അവരെ പറ്റിയിട്ടുള്ള അവന്റെ ഉള്ളിലെ ഒരു ആഗ്രഹം അവൻ വെളിവാക്കുന്നുണ്ട്. അത് നമ്മൾ 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ താഴത്തേക്ക് വായിക്കുമ്പോൾ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ സഭയെ പറ്റിയിട്ടുള്ള, അവിടെയുള്ള ജനങ്ങളെ പറ്റിയിട്ടുള്ള പൗലോസിന്റെ ഒരു അതിയായ വാഞ്ച, അവരെ നേരിൽ കാണാൻ, അവർക്ക് എന്തെങ്കിലും ആത്മീയമായിട്ട് അവരെ പരിപോഷിപ്പിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ, അല്ലെ, അവരെ കാണാൻ ഒക്കെയുള്ള പൗലോസിന്റെ ഒരു വലിയ വാഞ്ച. കാര്യം താൻ ജനിപ്പിച്ച അല്ലെങ്കിൽ താൻ നട്ട ഒരു സഭ അല്ലെങ്കിൽ പോലും ആ സഭയെയും ആ അവിടുത്തെ കൂട്ടത്തെയും പറ്റിയിട്ട് ഒരു കർത്തൃദാസൻ ഉണ്ടായിരിക്കുന്ന ഒരു വാഞ്ച, അത് കൃത്യമായി തന്നെ അത് പൗലോസ് അവിടെ വെളിവാക്കുന്നുണ്ട്. അത്രത്തോളം ആഗ്രഹത്തോടും പ്രാർത്ഥനയോടെയാണ് അവരെ കുറിച്ച് പൗലോസ് ഓർക്കുന്നത്. കൂടാതെ അതിൻ്റെ 16-17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ലേഖനത്തിന്റെ അതിൻ്റെ താക്കോൽ വാക്യമാണ് ഈ 16-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തുടർന്നുള്ള പൗലോസ് പറയുന്ന മുഴുവൻ കാര്യങ്ങളിലെയും അതിനൊന്ന് ക്യാപ്സ്യൂൾ ആക്കിയാൽ അതിന് നമുക്ക് ഈ 2 വാക്യങ്ങളിൽ നമുക്ക് ഒതുക്കാം. എന്താണത്? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പൗലോസിന് ലജ്ജയില്ലാത്തൊരു കാര്യം സുവിശേഷം. വിശ്വസിക്കുന്ന ഏവനും, അതിൽ ഈ സുവിശേഷത്തിൽ ആര് വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്ന എല്ലാവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അതാ വന്ന ഓർഡർ അവിടെ പ്രതിപാദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം അത് യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നു, അത് പിന്നെ യവനന്മാരുടെ ഇടയിലേക്ക്, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നു. സുവിശേഷം എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തി എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ ശക്തിയാണ്. ആകയാൽ സുവിശേഷത്തെ പറ്റി നാം ലജ്ജിക്കേണ്ടതേ ഇല്ല. നാം അതിനെപ്പറ്റി സംശയിക്കേണ്ട. കാരണം അത് ദൈവശക്തിയാണ്. അത് നമ്മളുടെ രക്ഷയ്ക്കായിട്ട് ഉള്ളതാണ്. അത് ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും, വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും. അതിന്റെ തുടക്കം എന്നുള്ളത് വിശ്വാസമാണ്, അതിന്റെ അവസാനം എന്നുള്ളതും വിശ്വാസമാണ്. ഏതിന്റെ? ദൈവത്തിന്റെ നീതിയുടെ തുടക്കം അത് വിശ്വാസത്താലാണ്, അതിന്റെ അവസാനവും വിശ്വാസത്താലാണ്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. അപ്പോൾ ഇപ്രകാരം നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് പഴയ നിയമ ഭാഗങ്ങളിൽ പലയിടത്തും എഴുതിയിട്ടുള്ളത്, അത് ഒന്നും കൂടെ അത് എടുത്ത് പൗലോസ് എഴുതി താൻ പറയുന്ന കാര്യത്തെ സ്ഥാപിച്ച് പൗലോസ് മുന്നോട്ട് എഴുതുന്നതാണ് നമുക്ക് കാണുന്നത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ ആദ്യത്തെ ഒരു ചിന്താ വിഷയം എന്ന് പറയുന്നത് ശിക്ഷാവിധിയാണ്. ശിക്ഷാവിധി, കണ്ടംനേഷൻ. ശിക്ഷാവിധി എന്നുള്ളതിന് അതിൻ്റെ ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ തെറ്റായ പ്രവൃത്തിയുടെ ഫലമായി അവന്റെ മേൽ പ്രസ്താവിക്കപ്പെട്ട കുറ്റത്തിന്റെ വിധിയോ ശിക്ഷയോ ആണ്, അതിനെ സൂചിപ്പിക്കുന്നതാണ് ശിക്ഷാവിധി. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, എന്താണ് ശിക്ഷാവിധി എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ തെറ്റായ പ്രവൃത്തിയുടെ ഫലമായി ഒരു മനുഷ്യൻ അവൻ തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ ആ തെറ്റായ പ്രവൃത്തിയുടെ ഫലമായി അവന്റെ മേൽ ഒരു കുറ്റം വരുന്നു, അവന്റെ മേൽ ഒരു കുറ്റം പ്രസ്താവിക്കപ്പെടുന്നു. ആ കുറ്റത്തിന്റെ അതിന്റെ ആ വിധി അല്ലെങ്കിൽ അതിന്റെ ശിക്ഷാവിധിയെ അതിന്റെ ആ കുറ്റത്തെ വിധിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശിക്ഷാവിധി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ റോമാ ലേഖനത്തിന്റെ ആദ്യത്തെ ആ വന്ദനത്തിന്റെ ഒരു ഭാഗം കഴിഞ്ഞാൽ, വന്ദനം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ, പിന്നെ പൗലോസ് പ്രതിപാദിക്കുന്ന അടുത്ത വിഷയം എന്നുള്ളത് ശിക്ഷാവിധിയാണ്. അപ്പൊ റോമാ ലേഖനത്തിൽ ബൈബിൾ ശാസ്ത്രപരമായി, വേദശാസ്ത്രപരമായി കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ വിഷയം എന്നുള്ളത് ശിക്ഷാവിധിയാണ്. ശിക്ഷാവിധി. ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് അതിന്റെ ആ കുറ്റത്തിന്റെ മേലുള്ള ഒരു വിധി, അല്ലെ, അതിന്റെ ഒരു ശിക്ഷ, അതിനെ സൂചിപ്പിക്കുന്നതാണ് ശിക്ഷാവിധി. 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ശിക്ഷാവിധി 3 തലങ്ങളിൽ നമുക്ക് കാണാം. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ജാതികളുടെ മേൽ ഉള്ള ഒരു ശിക്ഷാവിധിയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ജാതികൾ ഈ ശിക്ഷാവിധിയുടെ കീഴിലാണ് എന്ന് പ്രസ്താവിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. അതിന് പൗലോസ് ആ കാര്യം വെളിവാക്കാൻ വേണ്ടി, ആ കാര്യം അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് പൗലോസ് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ മനോഹരമായിട്ടുള്ളതും നമ്മളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ജാതികളെ പൗലോസ് അവർ സംബോധന ചെയ്യുന്നത് സത്യത്തെ തടുക്കുന്ന മനുഷ്യർ എന്നാണ്. അവരുടെ കൺമുൻപിൽ നടക്കുന്ന സത്യത്തെ, അവർക്കറിയാവുന്ന സത്യത്തെ അവർ തടുക്കുകയാണ്. അത് അവർ സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്, അവർ അതിനെ തടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ജാതികൾ ചെയ്യുന്ന ഈ സത്യത്തെ തടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? എന്താണ്? നമ്മൾ അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നുവല്ലോ, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അപ്പോൾ ഈ ജാതികളെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരല്ലാത്ത മറ്റ് ജാതികളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദൈവം സ്വയം അവർക്ക് മുന്നിൽ അവൻ സ്വയം വെളിവാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അപ്പോൾ ഈ ഭൂമിയിലുള്ള മനുഷ്യരുടെ മുൻപാകെ, ജാതികളുടെ മുൻപാകെയും സൃഷ്ടിപ്പ് മുതൽ, അല്ലെ, അവന്റെ അദൃശ്യ, അവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവ്, അവനാണ് എല്ലാത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളതിൻ്റെ ചില അദൃശ്യ ലക്ഷണങ്ങൾ അത് തുടക്കം മുതലേ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ട്. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നോക്കിയാൽ, മനുഷ്യനെ നോക്കിയാൽ, അവന്റെ ഉൽപ്പത്തിയെ പറ്റി നോക്കിയാൽ, ഈ ഭൂമിയിലെ സസ്യങ്ങളും അതുപോലെ തന്നെ മൃഗലതാദികൾ എല്ലാത്തിലേക്കും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ആദ്യം മുതൽ ഉള്ളതാണ്. അത് അവരുടെ ബുദ്ധിക്ക്, അവർക്ക് മുൻപിൽ വെളിവായിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവർ എന്താ ചെയ്ത്? 21-ാമത്തെ വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ ഹൃദയം ഇരുണ്ടുപോവുക ചെയ്യുന്നത്. കാരണം ഈ കാണുന്നതിനെ എല്ലാം ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ അവർക്ക് മനസ്സില്ല, അവർ തയ്യാറായില്ല. ദൈവമാണെന്ന് അറിഞ്ഞിട്ടും അവനെ അംഗീകരിക്കുകയോ മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ അവർ ചെയ്തില്ല. അവരുടെ ഹൃദയം എന്തായി? അവരുടെ ഹൃദയം വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നാണ് പറയുന്നത്. അതിന് പകരം അവർ ചെയ്ത ആ ജീവനുള്ള ദൈവത്തെ അവർ മനസ്സിലാക്കാതെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ എന്താക്കി മാറ്റിക്കളഞ്ഞു? എന്തിനോട് ഭൂമിച്ചു? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പോൾ സൃഷ്ടാവിനെ അവർ കണ്ടില്ല. അവർ കണ്ടത് മൊത്തം സൃഷ്ടിയെയാണ് അവർ കണ്ടത്. ഇന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ ഒരുപാട് പേർ ആരാധിക്കുന്നത് സൃഷ്ടിയെയാണ് ആരാധിക്കുന്നത്. സൃഷ്ടാവിനെ അവർ അറിഞ്ഞിട്ടും അറിഞ്ഞതായി അവർ ഭാവിക്കുന്നില്ല, നന്ദി കാണിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല.
സൃഷ്ടിയെ ആരാധിച്ച് ഹൃദയം ഇരുണ്ടു പോകുന്ന ഒരു ജനത. ആകയാൽ പൗലോസ് പറഞ്ഞു, ഇങ്ങനെയുള്ള ഈ ജനത്തിന്റെ മേൽ ഒരു ശിക്ഷാവിധിയുണ്ട്. അവർ ശിക്ഷാവിധിക്ക് കീഴിലാണ്, ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണ് അവർ. അല്ലെ, നമ്മൾ 18-ാം വാക്യത്തിൽ ഇങ്ങനെ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പോ അവരുടെ മേൽ, ജാതികളുടെ മേൽ ദൈവത്തിന്റെ ഒരു കോപം ഉണ്ട്, ദൈവത്തിന്റെ ഒരു കോപം നിലനിൽക്കും. ഇനി നമ്മൾ 1-ാം അധ്യായം മുഴുവനും നമ്മൾ ഈ ജാതികളുടെ മേൽ ഉള്ള ദൈവത്തിന്റെ ഒരു ഒരു ശിക്ഷാവിധിയെ പറ്റിയിട്ടാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ മൊത്തം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇവർ ഇങ്ങനെയൊക്കെ ദൈവം സ്വയം വെളിപ്പെടുത്തിയെങ്കിലും അതിനെ ഒന്നും അംഗീകരിക്കാത്തത് കൊണ്ട് ദൈവം അവരെ ഉപേക്ഷിച്ചു. അല്ലെ, അവരെ ഉപേക്ഷിച്ചു, അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു, അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അതുപോലെ തന്നെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നെല്ലാം നമ്മൾ ആ 1-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് ദൈവം അവരെ ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. ഈ ശിക്ഷാവിധി അതിന്റെ കീഴിലാണ് ഈ ജാതികൾ ഉണ്ടായിരുന്നത്. ഇനി ജാതികൾക്ക് മാത്രമാണോ ഈ ശിക്ഷാവിധി? അല്ല. 1-ാം അധ്യായത്തിൽ പൗലോസ് ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് യോഗ്യരായി തീർന്ന, അതിന് പാത്രരായി തീർന്ന ജാതീയ ലോകത്തിന്റെ ഒരു ഇരുണ്ട ചിത്രമാണ് 1-ാം അധ്യായത്തിലുള്ളത്. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് പൗലോസ് വരുമ്പോൾ അവിടെ അടുത്തൊരു കാര്യത്തിലേക്കാണ് പൗലോസ് വിരൽ ചൂണ്ടുന്നത്. ഇപ്പൊ പൗലോസ് ഒന്നാമതായിട്ട് പറയുന്നത് ഈ ജാതികളെല്ലാവരും ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് കീഴിലാണ് എന്നുള്ളതാണ് പൗലോസ് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. രണ്ടാമതായി പൗലോസ് പറഞ്ഞു വെക്കുന്നത്, 2-ാം അധ്യായം മുതൽ പൗലോസ് പറയുന്നത് ജാതികൾ മാത്രമല്ല ഈ ശിക്ഷാവിധിക്ക് പാത്രരായിട്ടുള്ളത്, യഹൂദനും ഈ ശിക്ഷാവിധിക്ക് പാത്രരാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരുന്നു. കാരണം യഹൂദൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നത് തങ്ങൾ ഒരു സ്പെഷ്യൽ ടീമാണ്, തങ്ങൾ സ്പെഷ്യൽ ആൾക്കാരാണ്, ദൈവത്തിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ജനമാണ് തങ്ങൾ എന്നാണ് യഹൂദന്മാര് സ്വയം കരുതിക്കൊണ്ടിരുന്നത്. മറ്റ് ജാതികളൊക്കെ അപേക്ഷിച്ച്, ചുറ്റുമുള്ള ലോകത്തെ അപേക്ഷിച്ചിട്ട് ദൈവം ഇസ്രായേലിനെ തങ്ങളെ മാത്രം സ്നേഹിക്കുന്നു, ദൈവത്തിന് ഏറ്റവും പ്രിയരാണ് തങ്ങൾ, ഞങ്ങൾ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ജനമാണ് എന്ന് സ്വയം കരുതിക്കൊണ്ടിരുന്ന ഒരു ജനതയാണ് യഹൂദ ജനത. ആ യഹൂദ ജനതയോട് പൗലോസ് പറഞ്ഞു, യഹൂദൻ ജാതികൾ മാത്രമല്ല യഹൂദന്മാരും ശിക്ഷാവിധിക്ക് കീഴിലാണ് എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. അവർ സ്വപ്നത്തിൽ പോലും അറിയുകയോ വേണ്ടതുപോലെയോ ഗ്രഹിക്കുകയോ ചെയ്യാതിരുന്ന ഒരു കാര്യമാണ് പൗലോസ് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. യഹൂദന്മാർ വിചാരിച്ചു കൊണ്ടിരുന്നത് പുറജാതികളുടെ പാപം കാരണം പുറജാതികളെ എല്ലാം ദൈവം ഉന്മൂലനം ചെയ്യും, തുടച്ചു മാറ്റും എന്ന് യഹൂദൻ വിശ്വസിച്ചു. തങ്ങൾ പ്രത്യേകതയുള്ളവരാണെന്ന് യഹൂദൻ വിശ്വസിച്ചു. പക്ഷെ ഇവിടെ പൗലോസ് തുടർന്നുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് കൈമാറാൻ ആഗ്രഹിക്കുന്ന ആശയം എന്നുള്ളത് ജാതികൾ മാത്രമല്ല യഹൂദനും ശിക്ഷാവിധിക്ക് കീഴിലാണ് എന്ന് പൗലോസ് ശക്തിയായി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് യഹൂദനും പുറജാതിയെ പോലെ തന്നെ പാപിയാണ് എന്ന് പൗലോസ് അവരോട് പറയുന്നത് നമുക്ക് കാണാം. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയെ നിനക്ക് പ്രതിവാദം പറയുവാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അപ്പോൾ അതിന്റെ ജാതികളെ പറ്റിയിട്ടുള്ള അതിന്റെ ഒരു ആദ്യ ഭാഗമാണ് അവർ വിധിക്കുന്നവർ, മറ്റുള്ളവരെ വിധിക്കുന്നവരെ പറ്റി, അല്ലെ? പൊതുവെ യഹൂദന്മാർ അവർ
തങ്ങൾ പ്രത്യേകതയുള്ളവരാണെന്നും മറ്റുള്ളവരെ അവർ വില കുറഞ്ഞ് കാണുന്നു. അപ്പോൾ വിധിക്കുന്നവർ അവർ അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോ ഇപ്രകാരം മറ്റുള്ളവരെ വിധിച്ച് സ്വയം ആ കാര്യം ചെയ്യാതിരിക്കുന്നവരെ വിരൽ ചൂണ്ടിയിട്ടാണ് പൗലോസ് ഇവിടെ ഈ കാര്യം പറയുന്നത്, അല്ലെ? വിധിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം വിധിക്കുക എന്നാണ് അർത്ഥം. മറ്റൊരാളെ കുറ്റം വിധിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ മറ്റൊരാളെ കുറ്റം വിധിക്കുന്ന നീ, നിന്റെ പ്രവൃത്തി, ആ വിധിക്കുന്ന കാര്യം നീ തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പൗലോസ് ആദ്യമേ തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ജാതികളായിട്ടുള്ളവർ അവർ പാപികളാണ്, അല്ലെ, അവരിൽ ഒരുപാട് പാപയികമായ പ്രവൃത്തികൾ അവരിൽ ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ അതിനേക്കാളും ഡിഗ്രി കൂടിയ, അല്ലെ, അവർ പാപികളാണെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ പാപിയാണ്. പക്ഷെ ഇവിടെ പാപം ചെയ്യുക മാത്രമല്ല, പാപം ചെയ്തിട്ട് അവർ മറ്റുള്ളവരെ വിധിക്കുക കൂടെ ചെയ്യുന്ന ഒരു അഡീഷണൽ ഒരു കാര്യം കൂടെ വന്നു. അവർ പാപികളാണെന്ന് മാത്രമല്ല, അവർ ആ പാപം മറ്റുള്ളവരെ ആ വക പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവരെ വിധിക്കുന്നവരുമായിട്ട് അവർ മാറുന്നതായിട്ട് കാണും. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞവരെ പോലെ പരീശന്റെ ഭാവം തന്നെയാണ്, അല്ലെ, ഇവിടെയും നമ്മൾ കാണുന്നത്. അതായത് മറ്റുള്ളവരെ വിധിക്കുക. അപ്പോൾ അങ്ങനെ വിധിക്കുന്ന നീ അത് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോൾ നീയും ഒരു ശിക്ഷാവിധിക്ക് കീഴിലാണ് എന്ന് പൗലോസ് യഹൂദന്മാരെ മുൻനിർത്തി പറയുകയാണ്. അതിന്റെ 5-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് തന്നെ കോപം ചരതിച്ച് വയ്ക്കുന്നു. അപ്പോൾ അവർ കഠിനന്മാരായി, യഹൂദന്മാർ കഠിനന്മാരായി. അവരുടെ ഹൃദയം എങ്ങനെയാണ്? ഹൃദയത്തിന് അനുതാപമില്ലാത്ത ഹൃദയം. അതിന്റെ 8-ാം വാക്യത്തിൽ, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പോൾ ശാഠ്യമുണ്ട്, സത്യം അനുസരിക്കുന്നില്ല, അനീതി അനുസരിക്കുന്നു. ഇങ്ങനെ ഉള്ള ഒരു ജനതയാണ്. തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും തിന്മ പ്രവർത്തിക്കുന്നവരാണ്. മാത്രമല്ല, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെട്ടു. അപ്പൊ അവർക്കും ഒരു വിധിയുണ്ട്. യഹൂദന് ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്നവരാണ്. ഇനി ന്യായപ്രമാണം അറിഞ്ഞില്ലെങ്കിലും അവരുടെ മേൽ വിധിയുണ്ട്. ന്യായപ്രമാണം ഉള്ളവർക്ക് ന്യായപ്രമാണത്താലും അതറിയാത്തവർക്ക് അവരുടെ ഹൃദയത്തിന്റെ മനസാക്ഷിയുടെ സാക്ഷ്യം നിമിത്തവും അവർ ശിക്ഷാവിധിക്ക് കീഴിലാണ് എന്ന് പൗലോസ് അവിടെ പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സദാചാരിയായ യഹൂദനും, അല്ലെ, യഹൂദന്റെ മേലും എപ്പോഴും, അല്ലെ, നല്ലത് ന്യായപ്രമാണം അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന യഹൂദനും എന്തിന്റെ കീഴിലാണ്? ശിക്ഷാവിധിക്ക് കീഴിലാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അവിടെ മറ്റുള്ളവരെ വിധിക്കുന്നു കാര്യം പറയുന്നു. നമ്മൾ 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? അപ്പോൾ ഇവർ മറ്റുള്ളവരെ വിധിക്കുന്നു, എന്നാൽ ആ വിധിച്ച കാര്യം സ്വയം ചെയ്യുന്നില്ല. മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, എന്നാൽ സ്വയം ഉപദേശിക്കുന്നില്ല. ഇതൊക്കെയാണ് യഹൂദന്മാർക്കുണ്ടായിരുന്ന കുഴപ്പം. അവർ സ്വയം എവിടെയൊക്കെയാണ് എന്ന് അവർ സ്വയം ചിന്തിച്ചു. തങ്ങൾ ആത്മീയമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിനോട് ഏറ്റവും പ്രിയരാണ് എന്ന്, ഏറ്റവും സവിശേഷതയുള്ളവരാണ് എന്ന് സ്വയം ചിന്തിച്ചു. മറ്റുള്ളവരെ വിധിക്കാൻ ആരംഭിച്ചു, മറ്റുള്ളവരെ ഉപദേശിക്കാൻ ആരംഭിച്ചു. ഉപദേശിക്കുന്നത് പോട്ടെ, പക്ഷെ ആ പറയുന്ന കാര്യം, ഉപദേശിക്കുന്ന കാര്യം അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ലതാനും. യേശുക്രിസ്തുവും അവൻ പരീശന്മാരെ, ശാസ്ത്രിമാരെ നോക്കിയിട്ട്, അവർ മറ്റുള്ളവരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. അവർ സ്വയം ഒന്നും ഏറ്റെടുക്കുന്നില്ല, സ്വയം ഭാരം ചുമക്കുന്നുമില്ല, എന്നാൽ മറ്റുള്ളവരുടെ മേൽ
അധികം ഭാരം ഇട്ടുകൊടുക്കുന്ന ഒരു കൂട്ടത്തെ പറ്റിയിട്ടാണ് യേശു ക്രിസ്തു വർണ്ണിച്ചത്. ഇവിടെ പൗലോസും അത് തന്നെയാണ്, അവരുടെ അവസ്ഥയിലേക്ക് ചൂണ്ടിക്കാണിക്കാനാണ് പൗലോസും ആഗ്രഹിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ ഈ ന്യായപ്രമാണത്തെ കുറിച്ച് എപ്പോഴും അവർ പറയുന്നുണ്ട് എങ്കിലും ആ ന്യായപ്രമാണം അവർക്ക് കൃത്യമായിട്ട് അവർക്ക് അറിയാമെങ്കിലും അതൊന്നും അവർക്ക് ആചരിക്കാനോ അതിൽ വേണ്ടതുപോലെ വിശ്വസിക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്ന അവരുടെ അവസ്ഥ. ഈ അവസ്ഥയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ശിക്ഷാവിധി അവർക്ക് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാർ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, അവൻ്റെ പ്രമാണങ്ങൾ വേണ്ടതുപോലെ അറിയില്ല എന്നല്ല, വേണ്ടതുപോലെ ആചരിക്കുന്നില്ലാത്തതിനെ പറ്റിയിട്ടും അവനിൽ വേണ്ടതുപോലെ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യത്തെ മുൻനിർത്തിയിട്ട് അവരുടെ അപ്പോഴത്തെ അവസ്ഥ പ്രതിപാദിച്ച് അവരുടെ മേൽ ഉള്ള ഒരു ശിക്ഷാവിധി, അവർ അതിൻ്റെ കീഴിലാണ് എന്ന് യഹൂദന്മാരുടെ അവസ്ഥയെ മുൻനിർത്തി പൗലോസ് പറയുകയാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ സർവ്വലോകത്തിൻ്റെയും മേൽ ഉള്ള ഒരു ശിക്ഷാവിധിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 10-ാം വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. യഹൂദന്മാർ മാത്രമല്ല, യവനെന്ന് മാത്രമല്ല, യഹൂദനും യവനനും എല്ലാ മനുഷ്യരും ഒരുപോലെ പാപത്തിന്റെ കീഴിലാണ് എന്ന് പൗലോസ് സമർത്ഥിക്കുകയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയം ഇല്ല. ജാതികളുടെ, യഹൂദന്മാരുടെ, എല്ലാവരുടെയും, ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും അവസ്ഥ ഇതാണ്. എല്ലാവരുടെയും മേൽ എല്ലാവരും ശിക്ഷാവിധിക്ക് കീഴിലത്രേ എന്ന് പൗലോസ് പറഞ്ഞു വെക്കുകയാണ്. സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണ് എന്ന് 3-ാം അധ്യായം 19-ാം വാക്യം ന്യായപ്രമാണത്തിന് കീഴിലുള്ള പ്രസ്താവിക്കുന്നതെന്ന്. അങ്ങനെ ഏതുവായും അടഞ്ഞു സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്ര. എല്ലാവരും ഒരേപോലെ ശിക്ഷായോഗ്യരാണ്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. എന്താണ് ന്യായപ്രമാണം ചെയ്യുന്നത്? യഹൂദന്മാർ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നതാണ് ന്യായപ്രമാണം. അതുകൊണ്ട് പാപത്തിന്റെ അറിവ് മാത്രമേ അവർക്കുണ്ടാകുള്ളൂ. എന്നാൽ അവർ അതുകൊണ്ട് നീതീകരിക്കപ്പെടുന്നില്ല, ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പൗലോസ്. അപ്പോൾ ലോകം മുഴുവനും എല്ലാ മനുഷ്യരും ഒരേപോലെ ഈ ശിക്ഷാവിധിക്ക് കീഴിലാണ് എന്ന് പൗലോസ് പറയുന്നു. അവിടെ നിന്നാണ് പൗലോസ് തൻ്റെ അടുത്ത ആശയത്തിലേക്ക് കടന്നു വരുന്നത്. പൗലോസ് തൻ്റെ അടുത്ത ആശയത്തിലേക്ക് കടന്നു വരുന്നു. നീതീകരണം. നാം എല്ലാവരും ഒരേപോലെ ഈ ശിക്ഷാവിധിക്ക് കീഴിലാകിയാൽ ഒരു കാര്യം നമുക്ക് ആവശ്യമുണ്ട്, അതാണ് നീതീകരണം. ജാതികളും യഹൂദനും യവനനും എല്ലാ മനുഷ്യരും ഒരേപോലെ പാപത്തിന്റെ കീഴിലാകിയാൽ എല്ലാവരും ശിക്ഷാവിധിക്ക് കീഴിലാണ്. എല്ലാവരും ശിക്ഷാവിധിക്ക് കീഴിലാകിയാൽ എല്ലാവർക്കും ഒരു കാര്യം ആവശ്യമുണ്ട്, അത് നീതീകരണം എന്നൊരു കാര്യം ആവശ്യമുണ്ട്. നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു.
അതിനെ ഈ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ റോമാലേഖനം 3:23 വാക്യം ഇങ്ങനെയാണ്: ഫോർ എവ്രി വൺ ഹാസ് സിൻഡ്, വി ഓൾ fall short of God's glorious standard. അല്ലെ, അവിടെ അല്പം കൂടെ കൃത്യതയുണ്ട്. അതായത് ദൈവത്തിന്റെ ആ മഹത്വമേറിയ ആ നിലവാരത്തിന് താഴെയാണ് എല്ലാവരും. എന്തുകൊണ്ട്? എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും പാപികളാണ് എന്നുള്ളത് കൊണ്ട്, എല്ലാവരും പാപം ചെയ്തു എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും എന്ത് പറ്റി? ആ ദൈവത്തിന്റെ മഹത്വമേറിയ ആ ഒരു സ്റ്റാൻഡേർഡ്, അല്ലെ, ആ ഒരു നിലവാരത്തിലേക്ക് ആൾക്ക് അതിലേക്ക് എന്ത് പോകുന്നു? താഴെ പോകുന്നു എല്ലാവരും. അപ്പോൾ എല്ലാവരും ദൈവത്തിന്റെ ആ നിലവാരത്തിൽ നിന്ന് താഴെ പോകുന്നു എന്നുള്ളത് കൊണ്ട് അതിന് കാരണം എന്താണ്? പാപമാണ് അതിന് കാരണം. ഏകനാൽ ഭൂമിയിലേക്ക് പാപം വന്നു എന്ന് നാം പറയുന്നു, അല്ലെ? ആദാമിലൂടെ മനുഷ്യരാശി മുഴുവൻ പാപത്തിന് അധീനരായി. അപ്പോൾ എല്ലാവരും ദൈവം ഉദ്ദേശിച്ച ആ നിലവാരത്തിൽ നിന്ന് താഴെ പോയി എന്നുള്ളത് കൊണ്ട് ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. റോമർ 5:16. എല്ലാവരും ആ ശിക്ഷാവിധിക്ക്, പാപം നിമിത്തം എല്ലാവരും ശിക്ഷാവിധിക്ക് കാരണക്കാരായി. അങ്ങനെ നാം ആ താഴെ വന്നു എന്നുള്ളത് കൊണ്ട് ഇനി നമുക്കൊരു നീതീകരണം ആവശ്യമാണ്. ദൈവത്തിന്റെ ആ ഉന്നതമായ നിലവാരത്തിൽ നിന്ന് നമ്മൾ താഴെ വന്നു എന്നുള്ളത് കൊണ്ട് നമുക്കിനി ഒരു നീതീകരണം ആവശ്യമാണ്. ഇവിടെയാണ് എന്താണ് നീതീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് നീതീകരണം? അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ ആണ്: പാപത്തിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെട്ട മനുഷ്യന്, അല്ലെ, പാപത്തിന്റെ ശിക്ഷാവിധി അത് നമ്മിലേക്ക് വന്നു. അങ്ങനെ അകപ്പെട്ടു പോയ നമുക്ക് വിശ്വാസത്താൽ ശിക്ഷയും ശിക്ഷാവിധിയും മാറി നിത്യജീവന്റെ പ്രതിഫലത്തിന് അർഹനായി തീരുന്ന അവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. എന്താണ് നീതീകരണം? പാപത്തിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെട്ട മനുഷ്യൻ. നമ്മൾ ഇതുവരെയും പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് സർവ മനുഷ്യരും ഈ ശിക്ഷാവിധിക്ക് കീഴിലായി പോയി എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് കേവലം ജാതികൾ മാത്രമല്ല, യഹൂദനും ഈ ശിക്ഷാവിധിക്ക് കീഴിലാണ്. ഇങ്ങനെ പാപത്തിന്റെ ശിക്ഷാവിധിയിൽ അകപ്പെട്ട മനുഷ്യന് വിശ്വാസത്താൽ ശിക്ഷയും ശിക്ഷാവിധിയും മാറി. അപ്പോൾ നമ്മളുടെ ആ ശിക്ഷ, അല്ലെങ്കിൽ നമ്മൾ വിധിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷയും ആ ശിക്ഷാവിധിയും മാറി നമ്മൾ നിത്യജീവന് അർഹരായി തീരുന്ന അവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ നമ്മളത് പറഞ്ഞാൽ ദൈവത്തോട് ശരിയായ ബന്ധത്തിൽ വരുന്ന അനുഭവത്തെയാണ് നമ്മൾ നീതീകരണം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡിൽ നിന്ന്, അവൻ ഉദ്ദേശിച്ച ആ തലത്തിൽ നിന്ന് നമ്മൾ താഴെ വന്നു എന്നുള്ളത് കൊണ്ട് ഇനി എന്താത്ത ആ ഒരു ശരിയായ ബന്ധത്തിലേക്ക് വരുന്നത് ഈ നീതീകരണം വഴിയാണ്. ആ ദൈവത്തോട് ശരിയായ ബന്ധത്തിലേക്ക് വരാൻ സാധിക്കുന്നത്. ആ അനുഭവത്തെയാണ് നമ്മൾ നീതീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരവസ്ഥാവിശേഷമാണ്, തൻ്റെ വ്രതന്മാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ് നീതീകരണം എന്നുള്ളത്, അല്ലെ? സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന നീതി അതാണ്. നമ്മൾ ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ ഒന്ന് വായിച്ചത്, രക്ഷയ്ക്കായി വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നു, അല്ലെ? ദൈവം ഒരുക്കിയൊരു വലിയ ശക്തിയാണ് നീതി, ദൈവിക നീതി, ദൈവത്തിന്റെ നീതീകരണം. നമ്മൾ ദൈവത്തോടുള്ള ശരിയായ ബന്ധത്തിലേക്ക് വരുന്ന അനുഭവം, ശിക്ഷയിൽ നിന്ന് മാറി, ശിക്ഷാവിധിയിൽ നിന്ന് മാറി നിത്യജീവന്റെ പ്രതിഫലത്തിന് അർഹനായി തീരുന്ന അവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നീതീകരണ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഈ സുവിശേഷ യുഗത്തിൽ, പഴയ നിയമകാലത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ദൈവം നീതി മനുഷ്യരോട് ആവശ്യപ്പെട്ടിരുന്നു. ന്യായപ്രമാണ യുഗത്തിൽ ഈ നീതി ദൈവം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ സുവിശേഷ യുഗത്തിലേക്ക് വന്നപ്പോൾ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ അത് സൗജന്യമായി നൽകുകയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണ യുഗത്തിൽ പ്രവൃത്തികളാൽ അവർ നീതീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ
എത്ര പ്രവൃത്തിയിട്ടാണെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിയാൻ മനുഷ്യർക്ക് സ്വയം കഴിഞ്ഞില്ല. അവർ എപ്പോഴും പാപത്തിൽ നിന്നും പാപത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സുവിശേഷ യുഗത്തിലേക്ക് വന്നപ്പോൾ അത് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് സൗജന്യമായി നൽകി. അപ്പോൾ ക്രിസ്തു തന്നെ നമുക്ക് ദൈവത്തിന്റെ നീതിയാവുന്നു. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ദൈവത്തിന്റെ നീതി. അപ്പോൾ ഈ നീതീകരണം എന്നുള്ള ഈ ഒരു പദം തന്നെ നമുക്ക് റോമാലേഖനത്തിൽ തന്നെ ഒരു 28 പ്രാവശ്യത്തോളം ഈ ഒരു പദം നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം. നീതീകരിക്കുക എന്നാൽ അതിന്റെ അർത്ഥം നീതിമാൻ എന്ന് പ്രഖ്യാപിക്കുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? ഒരുവൻ നീതിമാനാണ് എന്ന് പ്രഖ്യാപിക്കുക, അല്ലെ? ആ ഒരു പ്രഖ്യാപനത്തെയാണ് നമ്മൾ നീതീകരിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ അത് ന്യായപ്രമാണം കൂടാതെ തന്നെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ട് വന്നു. അത് എങ്ങനെയാണ്? വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവിക നീതി. അപ്പോൾ അത് അവൻ നമുക്ക് സൗജന്യമായിട്ടാണ് അവൻ നമുക്ക് തരുന്നത്. 23-ാമത്തെ വാക്യം, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവന്റെ കൃപയാൽ ക്രിസ്തയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവം നമ്മെ നീതീകരിക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ ഒരു നീതിമാനായിട്ട് ദൈവം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്രഖ്യാപനത്തിന്റെ പിന്നിൽ നമ്മളുടെ അധ്വാനമോ നമ്മളുടെ പ്രവൃത്തികളോ നമ്മളുടെ ന്യായപ്രമാണമോ ഒന്നും അതിന് ബാധകമല്ല. അത് അവൻ സൗജന്യമായി അത് നമുക്ക് തന്നു. എന്തിനാൽ? കൃപയാൽ, അല്ലെ? അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന നീതീകരണം, ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള നീതീകരണം, അത് സൗജന്യമാണ്. അത് നമ്മളുടെ മിടുക്കോ നമ്മളുടെ പാരമ്പര്യമോ നമ്മളുടെ ഒരു മേന്മയും കണ്ടിട്ടല്ല. അത് അവനോട് എന്തോ കനിവ് തോന്നി, എന്തോ കൃപ തോന്നി, അവൻ അതിലേക്ക് നമ്മളെ കൊണ്ടുവന്നു എന്ന് മാത്രമേ. പ്രശംസിപ്പാൻ ഒന്നുമില്ല. അത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദാനം. നമ്മളോട് കർത്താവിനൊരു ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് കർത്താവ് നമ്മെ സ്പെഷ്യലായിട്ട് അതിലേക്ക് വിളിച്ച് അവൻ നമ്മെ നീതീകരിച്ചത്. പാപത്തിന്റെ പ്രമാണം നമ്മിലുണ്ടെങ്കിലും, പാപത്തിന്റെ ചായ്വ് നമ്മിലുണ്ടെങ്കിലും, അതെല്ലാം ഉണ്ടെങ്കിലും കർത്താവ് നമ്മെ നീതീകരിച്ചു. അവൻ നമ്മെ നീതിമാനായി പ്രഖ്യാപിച്ചു. ദൈവം അങ്ങനെ പ്രഖ്യാപിക്കാൻ കാരണം നമ്മളുടെ പ്രവൃത്തികളല്ല, ക്രിസ്തു മൂലം, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം നമ്മെ നീതീകരിച്ചു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ നീതീകരിക്കുന്നത്. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ വിശ്വാസത്തിലേക്ക് നമ്മൾ ചേർന്ന് വരുമ്പോൾ അവൻ കൃപ തോന്നി സൗജന്യമായിട്ട് അവൻ നമ്മെ നീതിമാനായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അവൻ നമ്മെ നീതീകരിക്കുന്നു. അതിന് ഒരു 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 കഥ ഇപ്രകാരമുണ്ട്. ഈ നെപ്പോളിയൻ ചക്രവർത്തി ഈ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ പടയാളികളെയെല്ലാം പരിശോധിക്കുകയായിരുന്നു. അവർ അണിനിരന്നിരുന്ന പടയാളികളെയെല്ലാം ഈ നെപ്പോളിയൻ കുതിരപ്പുറത്ത് നിന്ന് പരിശോധിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ കുതിര അങ്ങ് വിരണ്ടു. അപ്പൊ കുതിര അങ്ങ് വിരണ്ടു. നെപ്പോളിയൻ ആകെ വൈഷമ്യത്തിലായി. അപ്പൊ ഈ കടിഞ്ഞാണിന്റെ എങ്കിലും അതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പൊ ചക്രവർത്തിയുടെ, നെപ്പോളിയന്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇത് കണ്ട് ഈ അണിയിൽ നിന്ന് ഒരു പടയാളി ഓടി വന്ന് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ച് അതിനെ ഒരു പ്രകാരം നിയന്ത്രിച്ച്
നെപ്പോളിയനെ ഭദ്രമായിട്ട് നിലത്തിറക്കി. അപ്പോൾ മറ്റുള്ളവർ ആർക്കും ഇതേപോലെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇയാൾ ഇതിൻ്റെ ഇടയിൽ ഈ വിരളി പൂണ്ട കുതിരയെ അദ്ദേഹം ഓടി വന്ന് ഇതേപോലെ അതിനെ നിയന്ത്രിച്ച് കഴിഞ്ഞപ്പോഴത്തെ നെപ്പോളിയനെ സംരക്ഷിച്ച് താഴെ ഇറക്കിയത് കണ്ടപ്പോൾ ഉടനെ തന്നെ നെപ്പോളിയൻ ആ പടയാളിയുടെ നേരെ തിരിഞ്ഞിട്ട് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഹലോ ക്യാപ്റ്റൻ, വളരെ നന്ദി. അപ്പൊ ഇത് കേട്ടപ്പോൾ അയാൾ ഞെട്ടി. കാരണം അദ്ദേഹം വെറും ഒരു പടയാളിയാണ്. അപ്പോൾ പക്ഷെ നെപ്പോളിയൻ സംബോധന ചെയ്തത് എന്തെന്നാണ്? ക്യാപ്റ്റനായിട്ടാണ് സംബോധന ചെയ്തത്. അപ്പോൾ പടയാളി ആശ്ചര്യപ്പെട്ടു. താൻ ഏത് വിഭാഗത്തിന്റെ ക്യാപ്റ്റനാണെന്ന് അയാൾ ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് നെപ്പോളിയൻ പറഞ്ഞു, നീ എൻ്റെ അംഗരക്ഷക സൈന്യത്തിന്റെ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞു. അപ്പോൾ നെപ്പോളിയൻ ആ ഒരു സാധാരണ പട്ടാളക്കാരനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച നിമിഷം മുതൽ അവൻ എന്തായി? അവനൊരു ക്യാപ്റ്റനായി. മറ്റു ഏത് ക്യാപ്റ്റനെയും പോലെ തന്നെ ഇവൻ ആ വിലയുള്ളതായി മാറി. ഈ പട്ടാളക്കാരൻ മാന്യതയുള്ളതായി അവന്റെ സ്ഥാനം. എന്നാൽ ഈ സ്ഥാനം അവന് ലഭിച്ചത് അവൻ അധികാരമുള്ള നെപ്പോളിയൻ അധികാരത്തോടു കൂടി അവനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു എന്നുള്ള കാരണത്താലാണ് അവൻ ക്യാപ്റ്റനായത്. അപ്പോൾ ഒറ്റ കാരണമേ ഉള്ളൂ, ഈ നെപ്പോളിയൻ അവനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു. അതാണ് അവന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിയെ അവൻ വിശ്വസിക്കുന്നു എന്നുള്ള കാരണത്താൽ ദൈവം അവനെ വിളിക്കുന്നത് നീതിമാൻ എന്നാണ്. നീതിമാൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട്, നമ്മളുടെ പാപിയായ ഒരുവൻ അവനെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ നമ്മെ നീതിമാനായി അവൻ നമ്മെ കണക്കാക്കും. അപ്പോ നമുക്കറിയാം, ഇപ്പോ ആ പടയാളി അയാൾ ക്യാപ്റ്റൻ ആയെങ്കിലും അതിന്റെ പണികളൊന്നും വേണ്ടതുപോലെ അയാൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അയാൾ കാലക്രമേണ പരിശീലനമൊക്കെ വരുമ്പോൾ അയാൾ ആ ഒരു സ്ഥാനത്തിന് അർഹമായ സ്ഥാനത്തേക്ക് വരികയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മെ ഇതുപോലെയാണ് നീതീകരിച്ചത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ പാപത്തെ കണക്കാക്കാതെ അവൻ നമ്മെ നീതീകരിച്ചു. അവൻ നമ്മെ ചേർത്ത് വെച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ നമ്മളുടെ യോഗ്യത നോക്കാതെയാണ് അവൻ നീതീകരണത്തിലേക്ക് നമ്മെ വിളിച്ചത്. നീതിമാൻ എന്ന് ദൈവം നമ്മെ പ്രഖ്യാപിച്ചു. നീതിമാൻ എന്ന് ദൈവം നാം ഓരോരുത്തരെയും പ്രഖ്യാപിച്ചു. അത് എൻ്റെ പ്രവൃത്തി കണ്ടിട്ടല്ല, എൻ്റെ വിശേഷത കണ്ടിട്ടല്ല, എൻ്റെ പ്രയത്നം കണ്ടിട്ടല്ല. അവൻ അതങ്ങനെ പ്രഖ്യാപിച്ചു. നമ്മൾ നീതിമാന്മാരായി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വം. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മളുടെ ആ സ്ഥാനം അതോടുകൂടെ മാറുകയാണ് ചെയ്യുന്നത്. അവൻ നമ്മെ വീണ്ടെടുത്തു. അവൻ നമുക്ക് പകരം പ്രായശ്ചിത്തമായി. അവൻ നമ്മളുടെ നീതിയായി അവൻ തീർന്നു. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങളാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. 1, ദൈവത്തിൻ്റെ കൃപയാൽ സൗജന്യമായി നാം ഓരോരുത്തരും നീതീകരിക്കപ്പെടും. 2, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെടും. 3, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. അപ്പോൾ 3 കാര്യങ്ങളാണുള്ളത്. 1, അതിൻ്റെ ഉറവിടം. എന്താണ് അല്ലെങ്കിൽ നീതീകരണത്തിന്റെ ഉറവിടം? എന്താണ്? കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അതാണ് അതിൻ്റെ ഉറവിടം. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? രക്തം. കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തമാണ് ഈ നീതീകരണത്തിന്റെ അടിസ്ഥാനം. 3, ഏതാണ് ഈ നീതീകരണത്തിലേക്കുള്ള പ്രവേശന മാർഗം? വിശ്വാസമാണ് ഇതിലേക്കുള്ള ഈ പ്രവേശനം. ഈ ത്രികോണമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളുടെ ദൈവസന്നിധിയിൽ നമുക്കുള്ള നീതീകരണത്തിന്റെ അടിത്തറ. ഉറവിടം കൃപ, അടിസ്ഥാനം രക്തം, അതിൻ്റെ വാതിലിന് പ്രവേശന മാർഗം വിശ്വാസം. ഈ ത്രികോണം ഇന്നും മാറ്റമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പൗലോസ് അന്ന് വിശ്വാസികൾക്ക് ഈ കാര്യം എഴുതിയതുപോലെ തന്നെ ഇത് പുതിയ നിയമവിശ്വാസികളായ നമുക്കും ഇത് ബാധകമാണ്. നാം ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ജനമായി, ശരിക്കും ഒരു
യഹൂദരിൽ നിന്നും വ്യത്യസ്തമായ നീതീകരിക്കപ്പെട്ട മറ്റൊരു ജാതി ഉൽപ്പന്നരാണ്. അതിന് കർത്താവ് അതിലേക്ക് നമ്മെ നയിച്ചു, നമ്മെ വീണ്ടെടുത്തു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഒന്നിനും അർഹരായിരുന്നില്ല ഞങ്ങൾ, പാപിയാണ്. ധാരാളം പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും കർത്താവേ, ഞങ്ങൾ എത്ര നല്ലവരാണെന്ന് പറഞ്ഞാലും അതും ഒരു കറയാണ്. ദൈവമേ, ഞങ്ങൾ ആ തേജസ്സിൽ നിന്ന് ഒത്തിരി താഴെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എങ്കിലും ഞങ്ങളെ ചേർക്കാൻ നിനക്ക് മനസ്സായല്ലോ, ഞങ്ങളെ ചേർത്ത് വെക്കാൻ നിനക്ക് മനസ്സായല്ലോ, ഞങ്ങളെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കാൻ നിനക്ക് മനസ്സായല്ലോ. ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയ രക്ഷയ്ക്കായി കർത്താവെ, വിശ്വാസത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ആ വലിയ രക്ഷയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വചനത്തിൻ്റെ ഓരോ മർമ്മങ്ങളെയും കർത്താവെ പഠിച്ച് അത് ഞങ്ങൾക്ക് ഒരു ആത്മീയ വളർച്ചയ്ക്കും ഞങ്ങളുടെ അടിസ്ഥാനം ബലമുള്ളതുമാകാൻ നീ സഹായിക്കണം. കർത്താവെ, എല്ലാവരുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നീ അവരെ നടത്തുകയും ബലത്തോടെ നിർത്തുകയും പിന്മാറാതെ കർത്താവെ, ഓരോ ദിവസവും ദൈവമേ ഞങ്ങൾക്ക് മുന്നിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടി കർത്താവെ, ഒരു നാളിൽ നിന്നോട് ചേരാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.